ലോകത്തെ ഭയപ്പെടുത്തിയ അല്ലെങ്കിൽ ഇപ്പോഴും ഭയപ്പെടുത്തുന്ന ഒരു ദ്വീപിൻ്റെ കഥ പറയാം. 1950കളിൽ ജൂലിയൻ ബരേര എന്നയാൾ ഒരു ദ്വീപിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. ഒരു ദിവസം ദ്വീപിലെ കനാലിൽ മുങ്ങി മരിച്ച നിലയിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ഇയാൾക്ക് ലഭിക്കുന്നു. ഇതിനുശേഷം ബരേരയ്ക്ക് ഒരു ദിവസം പോലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാത്രിയാവുമ്പോൾ പെൺകുട്ടിയുടെ അലർച്ചയും ഭയാനകരമായ ശബ്ദവും ഇയാളെ വേട്ടയാടി തുടങ്ങി. പെൺകുട്ടിയുടെ ആത്മാവ് തന്നെ വേട്ടയാടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ബരേര നിരവധി പാവകൾ ദ്വീപിലെത്തിക്കുകയും പെൺകുട്ടിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ ഈ പാവകൾ ദ്വീപിൻ്റെ പല ഭാഗത്തായി തൂക്കിയിടുകയും ചെയ്തു. പാവകളാൽ നിറഞ്ഞ ഈ ദ്വീപ് ഇന്ന് വിനോദസഞ്ചാരികളുടെ കേന്ദ്രമാണ്. എന്നാൽ അന്ന് ബരേര തൂക്കിയിട്ട പാവകളിൽ പലതും ഇപ്പോഴും കണ്ണുകൾ അടക്കുകയും തുറക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് വിനോദസഞ്ചാരികൾ പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം. അന്ന് ആ പെൺകുട്ടി മരിച്ച അതേ സ്ഥലത്താണ് 2001 ബരേരയും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മെക്സിക്കോയിലെ ദി ഐലൻഡ് ഓഫ് ഡെഡ് ഡോൾസിനെ പറ്റിയാണ് ഞാൻ ഇതുവരെയും പറഞ്ഞത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി കൈരളി ട്രയൽസ് ഫോളോ ചെയ്യൂ, കൂടെ കൂടൂ.